അമേരിക്കയിലെ ലൂയിസിയാന സംസ്ഥാനത്തെ ഷ്രീപോർട്ടിൽ മുൻ നാഷണൽ ഗാർഡ് അംഗം നടത്തിയ വെടിവെപ്പിൽ 8 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ പുറത്തുവരുന്നത് കുടുംബവഴക്കിന്റെ പകയാണ്. 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു മുതൽ 14 വയസ്സുവരെയുള്ളവരാണ് ക്രൂരമായ ഈ കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. ആക്രമണം നടത്തിയ ഷമർ എൽകിൻസ് എന്നയാളെ പിന്നീട് പോലീസ് പിന്തുടർന്ന് വെടിവെച്ചു കൊന്നു. മരിച്ച 8 കുട്ടികളിൽ 7 പേരും ഷമറിന്റെ സ്വന്തം മക്കളാണെന്നും 8ാമത്തെ കുട്ടി ഇവരുടെ ബന്ധുവാണെന്നുമാണ് പ്രാഥമികമായ വിവരം. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് അമേരിക്കയെ നടുക്കിയ ഈ വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു ഷ്രീപോർട്ടിലെ ജനവാസ മേഖലയെ നടുക്കിയ വെടിവെപ്പ്. ഷമറും ഭാര്യ ഷാനിക പഗും തമ്മിലുണ്ടായ തർക്കമാണ് വെടിവെപ്പിലേക്ക് നയിച്ചത്. സ്വന്തം വീട്ടിൽ വെച്ച് മക്കൾക്കു നേരെ തുരുതുരെ വെടിയുതിർത്ത ഷമർ തന്റെ ഭാര്യയെയും മറ്റൊരു സ്ത്രീയെയും വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ആകെ 10 പേർക്കാണ് ഇയാളുടെ വെടിയേറ്റത്. പരിക്കേറ്റ സ്ത്രീകളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നഗരചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ സംഭവമാണിതെന്ന് ഷ്രീപോർട്ട് മേയർ ടോം അഴ്സനോസ്ക് പറഞ്ഞു. വെസ്റ്റ് 79ാം സ്ട്രീറ്റിലെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്ത ശേഷം അവിടെ നിന്നും ഒരാളുടെ വാഹനം തോക്കു ചൂണ്ടി തട്ടിയെടുത്ത് ഷമർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിവരം ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാളെ പിന്തുടർന്നു. ഏതാണ്ട് 1/4 മൈലോളം ദൂരം അതിവേഗത്തിൽ വാഹനം ഓടിച്ചുപോയ ഷമർ എൽകിൻസിനെ ബോസിയർ പാരീഷിന് സമീപം വെച്ച് പോലീസ് വളയുകയും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ലൂസിയാന ആർമി നാഷണൽ ഗാർഡിൽ 2013 മുതൽ 2020 വരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഷമർ എൽകിൻസ്. സൈന്യത്തിൽ ഫയർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന ഇയാൾക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചിരുന്നു. സൈന്യത്തിൽ നിന്ന് പ്രൈവറ്റ് റാങ്കിലാണ് ഇയാൾ വിരമിച്ചത്. ഇയാൾക്ക് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. 2019 ഒരു ഹൈസ്കൂളിന് സമീപം വെടിവെപ്പ് നടത്തിയതിന് ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ വിലാപം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോഴേക്കും ചോരയിൽ കുളിച്ച മൃതദേഹങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഒരു ബാലൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയാണ് അക്രമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വെടിയേറ്റ കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അമേരിക്കയിലെ പൊതുസ്ഥലങ്ങളിൽ വെടിവെപ്പ് നിത്യസംഭവമാണെങ്കിലും ഒരു പിതാവ് തന്നെ തന്റെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വകവരുത്തിയത് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുന്നു. സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ അനുശോചനം രേഖപ്പെടുത്തി. ഷ്രീപോർട്ടിൽ നടന്നത് ഹൃദയഭേദകമായ ദുരന്തമാണ്. 8 കുഞ്ഞുങ്ങളുടെ ജീവൻ അർത്ഥശൂന്യമായി കവർന്നെടുത്തു. ഇരകളുടെ കുടുംബങ്ങൾക്കും ഷ്രീപോർട്ട് സമൂഹത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ, അദ്ദേഹം കുറിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ ഈ ആഘാതത്തിൽ നിന്നും നഗരം ഇനിയും മുക്തമായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും ഭാവിയുമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതെന്ന് സ്കൂൾ അധികൃതരും വേദനയോടെ സ്മരിച്ചു. അതേസമയം അമേരിക്കയിൽ തോക്കുപയോഗിച്ചുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്.